Hello guys, welcome back to another video of Master Videos. അപ്പോൾ ഇന്നോടെ ചെയ്യാൻ പോകുന്നത് എങ്ങനെ സ്ക്രിബ്ലിംഗ് ആർട്ട് ചെയ്യാവുന്നതാണ്. സ്ക്രിബ്ലിംഗ് ആർട്ട് എന്ന് വെച്ചാൽ കുത്തി വരച്ച് എങ്ങനെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നേരെ വീട്ടിലോട്ട് പോകാം. വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ ആദ്യം ഓട്ടോ സ്കെച്ച് ബുക്ക് എടുക്കുക. ശേഷം ഇതിലേക്ക് ഇമേജ് ആഡ് ചെയ്യുക. ഇമേജ് ആഡ് ചെയ്തതിന് ശേഷം നേരെ ഒരു ലെയറും കൂടി എടുത്തിട്ടുണ്ട്. നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഒരു ലെയർ എടുക്കുക. അതിന് ശേഷം നേരെ പെന്നെടുക്കണം. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ബേസിക്കിലെ ടെക്നിക്കൽ പെന്നാണ്. അപ്പോൾ ടെക്നിക്കൽ പെന്ന് ഉപയോഗിച്ച് പിന്നെ നേരെ കളർ പിക്കർ എടുത്ത് നമുക്ക് ഏറ്റവും ഡാർക്ക് ഷെയ്ഡുള്ള ഒരു കളർ എടുക്കണം. ഇപ്പോൾ ഒരു കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആക്കണം. ഞാൻ ആദ്യമേ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നേരെ ഇഷ്ടമുള്ള മാതിരി കുത്തി വരച്ച് കൊടുക്കുക. സ്കിന്നിൻ്റെ ഭാഗം വരുന്ന അവിടെ മാത്രം കുത്തി വരച്ച് കൊടുക്കുക. എല്ലായിടത്തും കറക്റ്റായി സൂം ചെയ്ത് സ്ക്രിബിൾ ചെയ്യുക. അപ്പോൾ കണ്ണിൻ്റെ അവിടെയൊക്കെ നല്ല സൂക്ഷിച്ച് ചെയ്യുക. നമുക്ക് എവിടെയൊക്കെ ആയി എന്നറിയാൻ വേണ്ടിയിട്ട് നേരെ ഈ ഭാഗത്തുള്ള ഒന്ന് ഡിസേബിൾ ചെയ്താൽ നമുക്ക് എവിടെയൊക്കെ ആയി എന്നുള്ള സ്കെച്ച് എവിടെയൊക്കെ ആയി എന്നുള്ളത് കാണാൻ പറ്റും. ശേഷം അത് ഡിസേബിൾ ആക്കി കൊടുത്താൽ ഇനി നമുക്ക് വീണ്ടും വർക്ക് ചെയ്യാവുന്നതാണ്. ഒക്കെ സൂക്ഷിച്ച് ചെയ്യുക. ഹെയർ താടി അവിടെയൊക്കെ ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്യാതെ വെറുതെ ഇതാക്കാം. ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും സ്കിന്ന് വരുന്ന എല്ലാ സ്ഥലത്തും സ്ക്രിബിൾ ചെയ്യുക. ചില സ്ഥലത്ത് സ്ക്രിബിൾ ചെയ്യുമ്പോൾ കാണാൻ പറ്റില്ല, അങ്ങനൊരു കുഴപ്പമില്ല. നമുക്ക്
ഇത്രയും ഭാഗം നമ്മളത് റെഡി ആയി വന്നിട്ടുണ്ട്. ബാക്കി പണികളൊക്കെ നോക്കാം. കണ്ണൊക്കെ നല്ല പെർഫെക്ഷനിൽ ചെയ്യുന്നതാവും നല്ലത്. ഇങ്ങനത്തെ ഓട്ടോ സ്കെച്ച് ബുക്കിൻ്റെ ഒക്കെ വീഡിയോ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്തായാലും ഞാൻ എൻ്റെ വീഡിയോസ് ഇടുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് എന്തായാലും അങ്ങനത്തെ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. എല്ലാവരും നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. ഇപ്പം നമ്മൾ അത്യാവശ്യം സ്കിന്ന് ഇനി ചെവിയുടെ ഭാഗം ഒക്കെ നന്നായിട്ട് സ്ക്രിബിൾ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഹെയർ വൈറ്റ് ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പ്രിവ്യൂ ചെയ്താൽ അത്രയ്ക്കും പെർഫെക്ഷനായിട്ട് വന്നിട്ടില്ല. ഇനി വായൊക്കെ ചെയ്യുമ്പം അത് പെർഫെക്ഷനാവും. അപ്പോൾ ഇനി നമുക്ക് ഹെയർ ചെയ്യാം. ഹെയറിനായിട്ട് ഞാൻ വൈറ്റാണ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇത് ബ്ലാക്കിൽ കാണുന്ന കളറായിരിക്കണം എന്നുള്ളൂ. ഞാൻ വൈറ്റ് എടുത്തിട്ടുണ്ട്. വൈറ്റ് എടുത്തതിന് ശേഷം ആദ്യം നമ്മളുടെ പല്ലാണ് റെഡിയാക്കാൻ പോകുന്നത്. പല്ലിൻ്റെ അവിടെ ഇങ്ങനെ ആദ്യം വരച്ചു കൊടുക്കാം. ശേഷം പല്ലിൻ്റെ ഇവിടെ ഇങ്ങനെ ഫുൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഫുൾ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഹെയറൊക്കെ നോക്കാം. അത് നമ്മൾ പ്രിവ്യൂ ചെയ്ത് നോക്കാം. ഇനിയും ബാക്കിയുണ്ട്. ഇപ്പോൾ അത്യാവശ്യം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഹെയറിന് കളർ മാറ്റുന്നുണ്ട്. അപ്പോൾ ഹെയറിന് ബ്ലൂ ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്.
നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ബ്ലൂ കളർ പിക്ക് ചെയ്യാം. ബ്ലൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പിക്ക് ചെയ്യാവുന്നതാണ്. ഞാനിപ്പം ഈ കളർ പിക്ക് ചെയ്തിട്ടുണ്ട്. ശേഷം നല്ല ഈ കളറ് നമുക്ക് ഫേസ് സ്കിന്നോട് മാച്ച് ആവുന്നുണ്ട്. അപ്പം കളറൊന്ന് ചേഞ്ച് ചെയ്യാം. നമ്മൾ നേരെ ഒരു ലൈറ്റ് കളറ് നമുക്ക് ആവശ്യമുള്ള. അപ്പോൾ നേരെ ഈ കളർ എടുക്കാം, മതി. നേരെ സ്ക്രിബിൾ ചെയ്ത് കൊടുക്കുക. ഇവിടെ അതേമാതിരി തന്നെ സ്ക്രിബിൾ ചെയ്താൽ മതി, റൗണ്ടായിട്ട്. പിന്നെ അതിൻ്റെ എഫക്റ്റ് ഒന്ന് നോക്കാം. വരുന്നൊരു മാച്ചായ കളർ തന്നെയാണ്. നമുക്ക് ഒന്ന് പ്രിവ്യൂ ചെയ്ത് നോക്കാം. കുറച്ചൊരു രീതിയിൽ വന്നിട്ടുണ്ട്. നമുക്ക് എടുത്ത് നോക്കാം. ഈ താടിയാണ് സ്ക്രോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ താടീൻ്റെ ആദ്യം ഔട്ട്ലൈൻ ഒന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് സ്ക്രിബിളിങ് ചെയ്യുമ്പം അത്യാവശ്യം കാണാൻ ഭംഗിയുണ്ടാവും. ഈ വീഡിയോ നല്ല ലെങ്തിയാണ്. സ്കിപ്പ് ചെയ്താൽ ഒട്ടും മനസ്സിലാവില്ല. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക.
നമ്മൾ കുറച്ച് ഭാഗങ്ങളായിട്ടാണ് ചെയ്യുന്നത്. നല്ല സ്പീഡിൽ നല്ല സ്കില്ലാണ് നിങ്ങൾക്ക് ചെയ്യാൻ. ഇങ്ങനെ കൈ കൊണ്ട് ചെയ്യാൻ അത്യാവശ്യം സ്കില്ല് വേണം. അല്ലെങ്കിൽ പെന്നോട് ചെയ്യാൻ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ടച്ച് പെൻ ഉണ്ടാവും. ഈ കൈ കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ശ്രമിച്ചു നോക്കിയാൽ കഴിയും. നമുക്കൊന്ന് പ്രിവ്യൂ ചെയ്ത് നോക്കാം. ഇപ്പോൾ അത്യാവശ്യത്തിന് വന്നിട്ടുണ്ട്. ഇനി അതേമാതിരി വീണ്ടും ഈ മീശയാണ്. നമുക്ക് മീശ ഫുള്ളൊന്ന് സ്ക്രിബിൾ ചെയ്ത് കൊടുക്കാം. മീശ റെഡി ആയിട്ടുണ്ട്. ഇതേമാതിരത്തെ ഓരോ ഭാഗങ്ങളും റെഡിയാക്കണം. ഫേസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫേസ് അത്യാവശ്യം ആ രീതിയിൽ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഫേസ് മാത്രം ചെയ്യുകയാണെങ്കിൽ ഭംഗിയുണ്ടാവും. ഇനി ഫേസിൻ്റെ കൂടെ നമ്മളുടെ ബാക്കിയും കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്ന് ഈ കളറാക്കാം. അതിനുശേഷം ഇവിടെ ഫുള്ള് സ്ക്രിബിൾ ചെയ്യാം. വേഗം സ്പീഡിൽ സ്ക്രിബിൾ ചെയ്യുക. വീഡിയോ നല്ല ലെങ്തി ആവുന്നുണ്ട്. വീഡിയോ അവസാനം കണ്ടാലും മനസ്സിലാവുള്ളൂ. ഇതിന് അവസാനം ഒരു ട്രിക്കും കൂടി ബാക്കിയുണ്ട്. നല്ല രീതിയിലുള്ള ആർട്ടാക്കാൻ ഒരു ചെറിയൊരു ട്രിക്കും കൂടിയുണ്ട്. അതും കൂടി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ വീഡിയോ അവസാനം വരെ കാണുക. നമ്മൾ അത്യാവശ്യം സ്ക്രിബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ടൈയും പിന്നെ വൈറ്റ് ഷർട്ടുമാണ് സ്ക്രിബിൾ ചെയ്യാനുള്ളത്. അടുത്ത കളർ എടുക്കാം. ഇത് ഞാൻ സെലക്ട് ചെയ്യുന്നത് യെല്ലോ ആണ്. യെല്ലോ സെലക്ട് ചെയ്തതിനു ശേഷം നല്ല സ്ക്രിബിൾ എല്ലാം നോക്കി സ്ക്രിബിൾ ചെയ്യുക.
ശേഷം വീണ്ടും കളർ പിക്കർ എടുക്കുക. എന്നിട്ട് ഈ ഇത് സ്കാൻ ചെയ്യുക. എന്നിട്ട് ഇത് ഇവിടെ അവിടെ സ്കിന്നിൻ്റെ കളർ കാണുന്നിടത്ത് മാത്രം സ്ക്രിബിൾ ചെയ്യുക. 20 minutes ആയിട്ടുണ്ട് വീഡിയോ. വീഡിയോക്ക് ഞാൻ പറഞ്ഞല്ലോ നല്ല ലെങ്തി ഉണ്ട് വീഡിയോ. ഇനി നമുക്ക് പ്രിവ്യൂ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മളുടെ ഫോട്ടോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഡെക്കറേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. അതിനുശേഷം നേരെ കളർ ബ്രഷിൽ പോയി ഈ ഒരു ഇത് എടുക്കുക. എന്നിട്ട് ഓരോ ഇത് വേണ്ട ഇതെടുത്തതിന് ശേഷം സെറ്റിങ്സിൽ സൈസ് കുറച്ച് ഇത്ര ആക്കി കൊടുക്കുക. എന്നിട്ട് ഓരോ ഡോട്ട്സ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂട്ടി കൊടുക്കുക. ഇപ്പം അത്യാവശ്യം ഭംഗിയായിട്ടുണ്ട്. നല്ല ഡോട്ട്സൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയായിട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗുഡ് ബൈ. ഇനിയും നല്ല വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ. അപ്പോൾ നിങ്ങളുടെ സജഷൻസ് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. ഗുഡ് ബൈ.